നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സന്തോഷവും ആശ്വാസവും ഒപ്പം കണ്ണ് നിറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. കൃത്യമായും അത് ആ 3 മിനിറ്റ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഫൈസൽ. എന്നിട്ട് കൂടി ചില മനുഷ്യരൊക്കെ പറയുന്നത് ആന തള്ളിയിടാൻ നോക്കി, തള്ളിയിട്ടു എന്നൊക്കെയാണ്. നേരിട്ട് കണ്ട ഫൈസലിന് കൃത്യമായി പറയാൻ കഴിയില്ല. ദൃശ്യങ്ങളിലൂടെയാണ് ഫൈസൽ ക്യാമറയിൽ പകർത്തുമ്പോഴും ഫൈസലിന്റെ കണ്ണുകൾ നേരിട്ട് കാഴ്ചകൾ കാണുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില മനുഷ്യർ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ് ഒരു കാട്ടാന നമുക്ക് കാട്ടിത്തന്നത്. ആ ഒരു ദൃശ്യം ആദ്യം പല ആളുകളും തെറ്റായി വ്യാഖ്യാനിച്ച് ഏഴാറ്റുമുഖം ഗണപതി തള്ളിയിട്ടു എന്ന രീതിയിലാണ് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ ദൃശ്യങ്ങൾ കണ്ടാൽ കൃത്യമായി അറിയാം ആ ഒരു ആനയുടെ, ഒരു വന്യജീവിയുടെ സ്നേഹം എന്താണെന്ന് കൃത്യമായി അറിയാം. ശരിയാണ് ഫൈസൽ, മനുഷ്യൻ എപ്പോഴും മനുഷ്യനാണ്. അവൻ എന്ത് നന്മ കണ്ടാലും അതിനിടയിൽ ഒരു തിന്മയുടെ വശത്തെ ചുരണ്ടി എടുക്കാൻ അത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് ആ ചുരുണ്ടുന്നവരൊക്കെ ഒരു വഴിക്ക് പോട്ടെ, നമുക്കതിലെ നന്മയുള്ള കാഴ്ച ഫൈസലിൻ്റെ കണ്ണിലും ശബ്ദത്തിലും ഫൈസൽ കണ്ട ആ സ്നേഹത്തിൻ്റെ കാഴ്ചയുടെ പൂർണ്ണമായ വികാരം ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് വളരെ സ്നേഹം ഫൈസലിനോട്. ഇങ്ങനെ ഒരു കാഴ്ച നമ്മളിലേക്കും സമ്മാനിച്ചതിന്, ഈ ലോകത്തിനും സമ്മാനിച്ചതിന് ഫൈസൽ എന്താ പറയുക, അതെ, സധൈര്യം തുടരുക ഈ ജോലി എന്നുകൂടി പറയാൻ ആഗ്രഹിക്കണം. ഫൈസലെ, വളരെ സന്തോഷം. നമുക്ക് വീണ്ടും കാണാം.